അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ലോങ് ആൻസർ എഴുതേണ്ടത്. അതായത് ഒരു 5 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഹൗ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, എന്തൊക്കെ പോയിന്റ്സ് ആണ് വരേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും അതാണ്, ഹൗ ടു ആൻസർ എ 5 മാർക്ക് സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ. ഞാൻ സോഷ്യൽ സയൻസിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു ലോങ് ആൻസർ ഏതൊരു എസ്സേ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ ഒരു ആൻസറിന്റെ ഫോമാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ലോജിക് അനുസരിച്ച്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ആൻസർ എഴുതേണ്ടത്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആൻസർ എഴുതേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പേര് ഒരേ കാര്യമാണ് പഠിക്കുന്നത്, സെയിം ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്, സെയിം ടീച്ചറാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ എക്സാം കഴിഞ്ഞ് നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടുന്ന ദിവസം നമ്മൾ 2 കുട്ടികളെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി ചിലപ്പോൾ എന്ത് എഴുതിയിട്ടുണ്ടാവും, ഒരു 5 മാർക്കിന് ഒരു 2 പേജ് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടിക്ക് വേണ്ട അത്ര ഒരു 3 മാർക്ക് 3.5 മാർക്കേ കിട്ടി കാണൂ. നേരെ മറിച്ച് അപ്പുറത്തുള്ള കുട്ടി ഒരു 1 സൈഡ് എഴുതിയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ആ കുട്ടിക്ക് ചിലപ്പോൾ 4.5 മാർക്ക് 5 മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് why two students who study the same thing who are taught by the same teacher get ഡിഫറെൻറ്റ് മാർക്സ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സോഷ്യൽ സയൻസ് എന്ന് വരുന്ന 10th സോഷ്യൽ സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട്, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിന് എങ്ങനെ ആൻസർ എഴുതാം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ആൻസർ, ലോങ് ആൻസറിന്റെ ഫോമാറ്റ് ഒന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഹ്യൂമനിസം ആൻഡ് റിനൈസൻസ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്, നമുക്കൊരു എസ്സേ ആണ് എഴുതേണ്ടത്, ഒരു ലോങ് ആൻസർ ആണ് എഴുതേണ്ടത്. ഹ്യൂമനിസത്തിനെ കുറിച്ചും റിനൈസൻസ് ലിറ്ററേച്ചറിനെ കുറിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ലോങ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ എഴുതുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 3 ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇങ്ങനെ ചോദിക്കണം എന്നല്ല, ഇതൊന്ന് 2-3 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ദിസ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി ഇൻ അവർ ബ്രെയിൻ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എഴുതുന്നതിന് മുമ്പ് വി ഹാവ് ടു ഓൾവേസ് ആസ്ക് വാട്ട് ഈസ് ദ ടാസ്ക് അല്ലെങ്കിൽ വാട്ട് ആം ഐ റൈറ്റിംഗ്. അതായത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്ത് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ആൻഡ് സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ പർപ്പസ്, വൈ ആം ഐ റൈറ്റിംഗ്. എന്തിനാണ്, എക്സാമിന് എനിക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനിക്ക് പബ്ലിഷ് ചെയ്യാനല്ല, എനിക്ക് വേറൊരാളെ ബോധ്യപ്പെടുത്താനല്ല, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനല്ല. സോ ദിസ് ഈസ് സോൺലി ഫോർ ഗെറ്റിംഗ് മാർക്സ് എന്നുള്ള ബോധ്യം വേണം. ആൻഡ് ഹൂ ഈസ് മൈ ഓഡിയൻസ്, ഹൂ വിൽ റീഡ് ഇറ്റ്. അപ്പോൾ ഇത് ഈ ഞാൻ എഴുതുന്ന ആൻസർ ആരാ വായിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു കുട്ടിയാണോ വായിക്കുന്നത്, അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലുള്ള ആളാണോ, അല്ല. ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. സോ ദേ വിൽ നോ സം ബേസിക്സ്, റൈറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആൻസർ എഴുതേണ്ടത്. സോ എന്താണ് കറക്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുന്നത്, വാട്ട് എക്സാക്ട്ലി ഈസ് ദ ക്വസ്റ്റ്യൻ ആസ്കിങ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, പ്രിപ്പയർ ആൻ എസ്സേ അബൌട്ട് ദ ഹ്യൂമനിസം ആൻഡ് റിനൈസൻസ് ലിറ്ററേച്ചർ. അപ്പോൾ അതിൽ നമുക്ക് 2 കീവേഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്, ഹ്യൂമനിസവും അതുപോലെ റിനൈസൻസ് ലിറ്ററേച്ചറും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കണം, സോൾലി ഈ 2 കീവേഡ്സുമായി ബന്ധപ്പെട്ടുള്ള ആൻസർ മാത്രമായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു പ്ലാൻ വേണം. വി നോ ദ കീവേഡ്സ്, അപ്പോൾ we have to make a plan. Okay, അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഒരു ലോങ് ആൻസർ ആണ്. സോ we need an introduction. നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ചെറിയ പാരഗ്രാഫ്. പിന്നെ സെക്കൻഡ് വൺ, നമ്മുടെ ആദ്യത്തെ കീവേഡ് ഏതായിരുന്നു, ഹ്യൂമനിസം. അപ്പം എന്താണ് ഹ്യൂമനിസം, അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളൊരു ചെറിയൊരു പോയിന്റ് വേണം, നമുക്കൊരു ചെറിയ പേര വേണം. ദെൻ വി നീഡ് എ റിനൈസൻസ് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഒരു ചെറിയ പാരഗ്രാഫ് വേണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കൺക്ലൂഷനും എഴുതണം. ഇതായിരിക്കണം നമ്മുടെ ആൻസർ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡലായിട്ട് കൊടുത്തിട്ടുള്ളതാണ്, അല്ലാണ്ട് ഇത് തന്നെ എഴുതണം എന്നല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ റിനൈസൻസ് എന്താണെന്നും ഹ്യൂമനിസം എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രോ പറയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ കൊടുത്ത് നോക്കിക്കേ, ദ റിനൈസൻസ് വാസ് എ പീരിയഡ് ഓഫ് കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ അവേക്കനിങ് ഇൻ യൂറോപ്പ്. അപ്പോൾ എന്താണ് റിനൈസൻസ് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏതൊരു കാലഘട്ടമാണ് ആ ഡ്യൂറേഷനും കൂടെ ആഡ് ചെയ്യാം ഒരു സെന്റൻസ് ആയിട്ട്. Then said humanism and literature played an important role in bringing new ideas and changes in society. അപ്പോൾ ഹ്യൂമനിസം എന്താണെന്നും ജസ്റ്റ് പറയാം, അതുപോലെ തന്നെ ലിറ്ററേച്ചറും ഒരു കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും നമ്മൾ ജസ്റ്റ് പറഞ്ഞു, ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി.
ഇനി അടുത്ത നമ്മൾ ഹ്യൂമനിസത്തിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ് എഴുതുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹ്യൂമനിസം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോയിന്റ്സ് ആയിട്ടും എഴുതാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പോൾ ഹ്യൂമനിസം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതിൽ ഇൻക്ലൂഡ് ആവേണ്ട കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ട് എന്താണ്, humanism focused on human life and dignity, encouraged rational thinking, reduced blind belief in old tradition, inspired education and scientific thinking. അല്ലേ? അപ്പോൾ ഹ്യൂമനിസം എന്താണെന്നുള്ള ജസ്റ്റ് ഒരു കാര്യം, ഇത് ഈ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-2 പോയിന്റ്സ് കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു പാരഗ്രാഫ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇത് തന്നെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ആയിട്ടും എഴുതാം. അടുത്ത പാരഗ്രാഫ് എന്തായിരിക്കണം, റിനൈസൻസ് ലിറ്ററേച്ചർ എന്താണ് എന്നായിരിക്കണം. അപ്പോൾ റിനൈസൻസ് എന്താണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ. സോ റിനൈസൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്, റിനൈസൻസ് പീരിയഡിലുള്ള ലിറ്റററി വർക്ക്സിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റേഴ്സ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് റിയൽ ലൈഫ്. ലിറ്ററേച്ചർ മൂവ്ഡ് അവേ ഫ്രം പ്യൂർലി റിലീജിയസ് തീംസ് ആൻഡ് മേജർ റൈറ്റേഴ്സ് ആരൊക്കെയാണ്, ഡാൻഡെ, പെട്രാർക്ക്, ബൊക്കാച്ചിയോ, വില്യം ഷേക്സ്പിയർ. അവരുടെ കുറച്ച് എക്സാമ്പിൾസും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ റിനൈസൻസ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു പോർഷനും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കവർ ചെയ്തു. ഇനി ജസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്തിട്ട് നമുക്ക് ആൻസർ എന്ത് ചെയ്യാം, നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹ്യൂമനിസം ആൻഡ് റിനൈസൻസ് ലിറ്ററേച്ചർ ഇൻസ്പയർഡ് ന്യൂ തിങ്കിങ്, എൻകറേജ്ഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മോഡേൺ വേൾഡ്. അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ മിനിമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു കൺക്ലൂഷനും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മുടെ ആൻസറിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു ഫോമാറ്റിൽ നിങ്ങൾക്ക് പോയിന്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ബോണസ് ടിപ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം, യു ക്യാൻ അണ്ടർലൈൻ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ്. അല്ലേ? ഇപ്പോൾ നമ്മൾ ഹ്യൂമനിസം അതുപോലെ റിനൈസൻസ് ലിറ്ററേച്ചർ പോലുള്ള കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ആളുകളുടെ പേര്, ഇയേഴ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇത് ഓരോ ആൻസറും എഴുതി കഴിയുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയം തികയാതെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മാക്സിമം ആൻസേഴ്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് അവസാനം ഒരു 5 മിനിറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ 5 മിനിറ്റ്സിൽ നമ്മുടെ ഇങ്ങനെയുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് നോക്കിയിട്ട് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്താൽ നമുക്ക് എല്ലാ ആൻസേഴ്സിനും എന്ത് ചെയ്യാം, വൃത്തിക്ക് ആൻസർ എഴുതാനും പറ്റും, എല്ലാ ക്വസ്റ്റ്യൻസിനും വൃത്തിക്ക് ആൻസർ എഴുതാനും പറ്റും, നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാനും പറ്റും. അതുപോലെ ഹെഡിങ്സും സബ് ഹെഡിങ്സും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, എന്നിട്ട് ഹ്യൂമനിസം എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ അണ്ടറിൽ എഴുതാം. ദെൻ റിനൈസൻസ് ലിറ്ററേച്ചർ എന്നുള്ളൊരു ഹെഡിങ് കൊടുത്ത് അതിൻ്റെ അണ്ടറിൽ പാരഗ്രാഫ് ആയിട്ട് എഴുതാം, പോയിന്റ് ആയിട്ട് എഴുതാം. കൺക്ലൂഷൻ എന്നുള്ളത് പിന്നെ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് ആയിട്ടും കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഐ വാസ് മോർ ഓഫ് എ പോയിന്റ് പേഴ്സൺ. ഞാൻ എസ്സേ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്ന് കരുതിയിട്ട് എനിക്ക് മാർക്സ് ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ person who evaluates your paper also. ഓക്കെ, അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാൻഡ് റൈറ്റിംഗ്, പ്രോപ്പർ ആയിട്ടുള്ള സ്പേസിങ്, പ്രോപ്പർ ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ. ആൻഡ് റൈറ്റ് ഓൺലി റെലവൻറ്റ് പോയിന്റ്സ്, വെരി 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 ഇമ്പോർട്ടൻസ്. ഇപ്പം നിങ്ങളടുത്ത് ഹ്യൂമനിസോ റിനൈസൻസ് ലിറ്ററേച്ചറും ചോദിച്ചാൽ അത് രണ്ടും മാത്രം എഴുതുക, അല്ലാണ്ട് അവിടെ പോയിട്ട് റിനൈസൻസ് ആർക്കിടെക്ചറിനെ കുറിച്ചോ റിനൈസൻസ് സ്കൾപ്ചറിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. ചോദിച്ചിട്ടുള്ളത് എന്താണോ അത് മാത്രം എഴുതുക, വെറുതെ വാരി വലിച്ചെഴുതേണ്ട ആവശ്യമില്ല. ആൻഡ് ഡോണ്ട് ഓവർ റൈറ്റ്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഓവർ റൈറ്റ് ചെയ്യണ്ട. നമുക്ക് നമ്മുടെ മാർക്ക് എത്രയാണോ അതിനനുസരിച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ പോയിന്റ്സ് എഴുതിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ 5 പേജ് എഴുതി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അത് സോഷ്യൽ സയൻസിലാണെങ്കിലും മറ്റ് ലിറ്ററേച്ചർ സബ്ജക്ട്സ്, അതായത് ലാംഗ്വേജസിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. നിങ്ങൾ എത്ര എഴുതിയാലും പോയിന്റ്സ് ഇല്ല എങ്കിൽ എന്തായിരിക്കും, നമുക്ക് സ്കോർ കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ലോങ് ആൻസർ നമ്മൾ എഴുതേണ്ട ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെയും ആൻസർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ പഠിച്ച രീതിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ആൻഡ് ഇത്തരം യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം.